ഇന്നുണ്ടല്ലോ നെയ്ച്ചോറും പോർക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അറ്റ് എ ടൈം നെയ്ച്ചോറും പോർക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം പോർക്ക് നമുക്ക് നുറുക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അധികം നെയ്യില്ലാത്ത പോർക്കാണ്. അപ്പോൾ വലിയ മീറ്റൊക്കെ ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടാ. പോർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൈസ് വെള്ളത്തിലിട്ട് വെക്കണേ. അപ്പോൾ ഇതിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിയായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ്. അപ്പോൾ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസ് പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചാൽ കറക്റ്റ് ഇതായിട്ട് വരുവേ. അപ്പോൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ആ 1.5 ഗ്ലാസ് വെള്ളം അതിലാണ് ഞാൻ കുതിരാൻ വെച്ചത്. റൈസ് കുതിരുന്ന ടൈമിൽ നമുക്ക് പോർക്കൊന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ കഴുകിയ പോർക്കിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കുടംപുളിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കാണ്ട് വേവിക്കണേ. അത് ഓരോരോ പോർക്കിൻ്റെ വേവ് അനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു 20 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മൾ കട്ട് ചെയ്യാനുള്ള ഐറ്റംസ്, പോർക്കിലേക്ക് കട്ട് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണേ. അതായത് സവോള, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ നെയ്ച്ചോറ് വെക്കാനായിട്ട് നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ സ്പൈസസ്. ഇപ്പം ഞാൻ വയനയില, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിൽ ഗ്രാമ്പു ഇച്ചിരി അധികം ഇടുവേ. അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുതിരാൻ വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അതിലെ വെള്ളം ഒഴിച്ച് വെള്ളം നല്ല തിള വരണം. ഉപ്പിട്ടിട്ട് നന്നായി തിളപ്പിക്കാം. നന്നായി തിള വന്നതിന് ശേഷം നമ്മൾ അരിയും കൂടി ഇട്ട് ജസ്റ്റ് ഒരു വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച് അതിൻ്റെ പ്രഷർ തന്നെ ഇരുന്ന് പോയി കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേനും പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു എയർ പോകാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ഈ റൈസിലേക്ക് വേണ്ട വറവുണ്ടല്ലോ, അതായത് സവോള നന്നായി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ വറുത്ത് മാറ്റി വെക്കണം. അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ വറവ് കഴിയുമ്പോഴത്തേനും നമ്മുടെ റൈസിൻ്റെ എയർ പോയിട്ടുണ്ടാവും. തുറന്നു നോക്കി ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾ പതുക്കെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വേണ്ട വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. എൻ്റെ മുകളിൽ ഇതുപോലെ മല്ലിയില വേണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. ഇതുപോലെ വറുത്ത് വെച്ചാണ് ഐറ്റംസൊക്കെ ഇടാം. അപ്പോൾ അരി സെറ്റായി. അപ്പോഴേക്കും നമ്മുടെ പോർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി പോർക്കിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ ഫസ്റ്റ് ഞാൻ പെരുംജീരകമാണേ പൊട്ടിക്കാം. പെരുംജീരകം പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, സവോള ഇതിട്ട് നന്നായി വഴറ്റണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ടിട്ട് നന്നായി വഴറ്റുക. ഈ വഴറ്റ് നല്ല വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ പൊടികൾ വറുത്തെടുക്കണേ. അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഈ ഐറ്റംസ് നല്ല ബ്രൗൺ കളറാവണ വരെ, എത്ര നമുക്ക് കരിയാണ്ട് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാൻ പറ്റണോ അത്രയും നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഷെയ്ഡായപ്പോഴത്തേനും ഓഫ് ചെയ്തു. അപ്പോഴത്തേനും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവോളയൊക്കെ നന്നായി വഴറ്റിട്ടുണ്ടാവും. അപ്പം അതിലേക്ക് ഈ പൊടി തട്ടുക, എന്നിട്ട് നന്നായി വഴറ്റുക. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ പോർക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കണ്ട. ഈ പോർക്കും ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കണം. നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതവിടെ വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അപ്പുറത്തെ സ്റ്റൗവിൽ മസാല, അതായത് ഗരം മസാല നമ്മൾ അപ്പം തന്നെ പൊടിച്ചാണ് ഇടുക. അപ്പോൾ ഗരം മസാല പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിൽ കിടന്ന് നന്നായി അതിൻ്റെ ഗ്രേവിയൊക്കെ അതിൽ പിടിക്കണം പോർക്കിൽ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനത്തെ ഐറ്റംസൊക്കെ നന്നായി, അതുപോലെ മല്ലി, മുളക് ഇതൊക്കെ നന്നായി ചുവക്കനെ വറക്കണേ. ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. ഇത് ചൂടാക്കി പൊടിക്കാം. പൊടിച്ചത് ലാസ്റ്റ് കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറിയും സെറ്റായി. കറിവേപ്പിലിട്ട് നന്നായി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ പോർക്ക് കറി റെഡി ആയിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ണൂർ സ്പെഷ്യലാണേ. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടേ ലാസ്റ്റ്. അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കാം. അതുകൂടെ പോർക്ക് കറി സെറ്റായിട്ടാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണേ.